ഹായ് ഓൾ. എക്സാം വൈ ലേണിങ്ങിൻ്റെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്കുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആളുകളെങ്കിലും അന്വേഷിച്ചിട്ടുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ചുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടേതായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചില ആളുകളെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഓക്കെ, ഫൗണ്ടേഷൻ പ്രോഗ്രാം അത് വളരെ നല്ലൊരു കാര്യമാണ്. വളരെ നേരത്തെ കുട്ടികളെ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. നിങ്ങൾ അത് നന്നായി ചെയ്യുന്നുണ്ട്, നല്ല മെൻറ്റർഷിപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല റിസൾട്ടുകളുണ്ട്. പക്ഷേ എന്നാലും മറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാംസിനെയോ മറ്റ് പ്രോഗ്രാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീസ് കുറച്ച് കൂടുതലാണോ എന്നുള്ള ഒരു അന്വേഷണം ചില ആളുകളെങ്കിലും പറയാറുണ്ട്. അതിനെക്കുറിച്ചൊരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും ഫീസ് കൂടുതലാണോ? നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് ഫീസ് കൂടുതലാണോ എന്നുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതിന് യെസ് ഓർ നോ ആരെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ഞാൻ പറയുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം വളരെ ജെന്യുവിനായി അല്ലെങ്കിൽ വളരെ സീരിയസ് ആയി ഫൗണ്ടേഷൻ ചെയ്യുന്ന പ്രോഗ്രാംസ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എക്സാം വൈയുടെയും മറ്റ് പ്രോഗ്രാമുകളുടെയും ഫീസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, സീരിയസ് ആയി ജെന്യുവിനായി ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫൗണ്ടേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് പ്രോഗ്രാമുകളുടേതിനേക്കാൾ കുറവോ അല്ലെങ്കിൽ സെയിം ഫീസോ ആണ് എക്സാം വൈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിനും ഉള്ളത് എന്നുള്ളതാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കുക. ഇത് ഞാൻ പറയുന്നത് സീരിയസ് ആയി ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്താണ് അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അപ്പോൾ എനിവേ, ചില ആളുകളൊക്കെ ചോദിക്കുക, കുറച്ചുകൂടി ഫീസ് കുറച്ച് കൊടുക്കാൻ പറ്റൂലേ എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഞാൻ പറയുകയാണ്, ഇതിൻ്റെ ഒരു 1/3 ഫീസിൽ ഈ ഒരു പ്രോഗ്രാം കൊടുക്കൽ പോസിബിളാണ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെക്കാം, ഇതിൻ്റെ 1/3 ഫീസിൽ ഈ ഒരു പ്രോഗ്രാം, ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊടുക്കൽ പോസിബിളാണ്. ബട്ട് എങ്ങനെയാണെങ്കിൽ മറ്റു പല ആളുകളും കൊടുക്കുന്നത് പോലെ ജസ്റ്റ് കുറച്ച് ക്ലാസ്സുകൾ എടുക്കുക, ക്ലാസ് റെക്കോർഡ് ചെയ്ത് അതിങ്ങനെ ഓരോ ദിവസം റിലീസ് ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷെഡ്യൂൾ കൊടുത്ത് അതിങ്ങനെ നിങ്ങളിങ്ങനെ കണ്ടുപോയിക്കോളുക എന്ന് പറയാനാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാം വൈയിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു 1/3 ഫീസിൽ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊടുക്കൽ പോസിബിളാണ്. അത് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പല പ്രോഗ്രാമുകളിലും പോലെ അങ്ങനെയാണെങ്കിൽ അത് പോസിബിളാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയല്ല എക്സാം വൈ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു രൂപത്തിലേക്ക്, നമ്മുടെ ഫീസ് സ്ട്രക്ചറൊക്കെ ആ രൂപത്തിലേക്ക് മാറ്റം വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. നമ്മൾ പൊതുവേ നിങ്ങൾക്ക് എക്സാം വൈയിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്ത സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് അന്വേഷിക്കാം. അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. നമ്മൾ പൊതുവേ ഫൗണ്ടേഷൻ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളോട് ആദ്യത്തെ ക്ലാസ്സുകളിലും ഓറിയൻറ്റേഷനിലൊക്കെ കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഇത് കാണുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അത് മാത്രം കണ്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് 1/4 ഓഫ് ദ ഫൗണ്ടേഷൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ ഒരു 4/1 മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട്. എന്താ അതിൻ്റെ കാരണം? നമ്മൾ ജസ്റ്റ് ക്ലാസ് കൊടുക്കുക അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല, അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അത് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടി മെക്കാനിസംസ് നമ്മൾ ഉറപ്പുവരുത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ ജസ്റ്റ് ക്ലാസ് കൊടുത്താൽ നമുക്കുണ്ടാവുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള എക്സ്പെൻസുകൾ നമുക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലൊന്ന് മെൻറ്റർഷിപ്പ് തന്നെയാണ്. അതായത് എക്സാം വൈയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ, നമ്മുടെ ഇവിടെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനോട് അന്വേഷിച്ചാൽ ഏറ്റവും കൂടുതൽ അവർ ആദ്യമായി നമ്മളോട് സ്ട്രെസ് ചെയ്ത് പറയുക എക്സാം വൈയിലെ മെൻറ്റർഷിപ്പിനെ കുറിച്ചായിരിക്കും. എന്താണ് എക്സാം വൈയുടെ മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു 1-to-1 അറ്റൻഷൻ കിട്ടുന്ന രൂപത്തിൽ, അതായത് ഒരു കുട്ടിക്ക് അവരെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ, അവരുടെ എക്സാംസ് എഴുതുന്നുണ്ടോ, അവർ പഠിക്കുന്നുണ്ടോ, പഠനത്തിൽ മുന്നോട്ടാണോ പിന്നോട്ടാണോ, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളടക്കം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന മെൻറ്റേഴ്സാണ് എക്സാം വൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും, അതിനെന്താ മെൻറ്റർഷിപ്പ് മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ എന്നുള്ളത് ചില ആളുകളെങ്കിലും പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, എന്താണ് പല സ്ഥലങ്ങളിലുള്ള മെൻറ്റർഷിപ്പും എക്സാം വൈയുടെ മെൻറ്റർഷിപ്പും. ഞാൻ പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ചും മലയാളം ഇൻഡസ്ട്രിയിൽ എക്സാം വൈയുടെ ഇതുപോലൊരു മെൻറ്റർഷിപ്പ് ഇല്ല എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി, ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ ട്രെയിനിങ്ങുകളിലും അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷനിലും ഭാഗമായ ആൾ എന്നുള്ള നിലക്ക് 100% കോൺഫിഡൻസിൽ എനിക്ക് പറയാൻ സാധിക്കും, എക്സാം വൈയുടെ പോലെയുള്ള ഒരു മെൻറ്റർഷിപ്പ് മറ്റൊരു സ്ഥലത്തും ഇല്ല.
ഇതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? കാരണം നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും മെൻറ്റർഷിപ്പ് സംവിധാനങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മെൻറ്റേഴ്സ് അടക്കം ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പല സ്ഥലങ്ങളിലും 250 സ്റ്റുഡൻസിന് ഒരു മെൻറ്റർ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ചില ആളുകളൊക്കെ പറഞ്ഞത് 300, അല്ലെങ്കിൽ അതിനൊപ്പത്തേക്ക് 500 സ്റ്റുഡൻസിനൊക്കെ ഒരു മെൻറ്റർ എന്നുള്ള രൂപത്തിലൊക്കെയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. അതൊക്കെ ഓരോ സിസ്റ്റത്തിൻ്റെ രൂപമാണ് കേട്ടോ. ഞാൻ ആരെയും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ അല്ല, മറിച്ച് അത് ആ ഒരു ഫോളോ അപ്പിന് അവർ കണ്ട ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഒരു 300 സ്റ്റുഡൻസിനെ ഒരാളെ ഏൽപ്പിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യും, കൃത്യമായി ഇന്ന സമയത്ത് മെസ്സേജ് പോയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഇന്ന സമയത്ത് കോൾ പോയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതൊരു സിസ്റ്റമാണ്. അത് വർക്കൗട്ട് ആവുന്നുണ്ടാവാം, ഇല്ലാതിരിക്കാം, അതൊക്കെ ആ ഒരു സിസ്റ്റത്തിൻ്റെതായ രൂപമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഇങ്ങനെ ചെയ്താൽ, അതായത് ഒരു 300 സ്റ്റുഡൻസിന് ഒരു മെൻറ്റർ കൊടുത്താൽ, ഒരു മെൻറ്ററിന് 300 സ്റ്റുഡൻസിന് കൊടുത്താൽ, ആ മെൻറ്ററിന് ഒരിക്കലും ആ 300 സ്റ്റുഡൻസുമായിട്ടൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റോ കണക്ഷനോ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ്, അല്ലേ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവിടെയാണ് എക്സാം വഴിയിൽ അതിൻ്റെ ഒരു വളരെ കുറച്ച് പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് സ്റ്റുഡൻസ് ആക്കാൻ കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രധാനമായി എയിം ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഈ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അല്ലാതെ കൊടുക്കുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടേതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഫീസിലൊക്കെ ഈ മെൻറ്റർഷിപ്പിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 6 to 10, അല്ലേ? ഈ ഒരു ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനാണ് നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊടുക്കുന്നത്. ആ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു സെൽഫ് മോട്ടിവേറ്റഡായി, ഇപ്പോൾ ഒരു എൻട്രൻസ് റിപ്പീറ്റ് അല്ലെങ്കിൽ +1 +2ൻ്റെ കൂടെയുള്ള എൻട്രൻസ് പ്രിപ്പറേഷൻ, ആ ഒരു സമയത്താകുമ്പോഴേക്കും കുട്ടികൾക്ക് ഏകദേശമൊക്കെ ഈ ഒരു ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഒരു 6th തുടങ്ങുന്ന അല്ലെങ്കിൽ 8th പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പക്ഷേ ഒരു 5 വർഷമോ അല്ലെങ്കിൽ 7 വർഷമോ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരിക്കലും ഒരു കുട്ടിയെന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും ലോങ് ടേമിൽ ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു കൺസിസ്റ്റൻ്റായി എഫേർട്ട് ഇടുക എന്നുള്ളത് അത്ര പോസിബിൾ ആയൊരു കാര്യമല്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. ഒന്നാമത് ഓൺലൈനാണ്. ഓൺലൈനിൽ നമ്മൾ പരമാവധി സിസ്റ്റംസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും കുട്ടികൾക്ക് ഒരു പക്ഷേ പിന്നോട്ട് പോയേക്കാം, അവരുടെ താല്പര്യം കുറഞ്ഞേക്കാം. അവിടെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യം കുറയുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഇടപെടാൻ ഒരാൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മെൻറ്റർഷിപ്പ് ആ രൂപത്തിൽ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ സ്റ്റുഡൻറ്റ് കൗണ്ട് കുറച്ച് മെൻറ്റേഴ്സിനെ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, അവിടെ ഒരു എക്സ്പെൻസ് ഉണ്ട്, അല്ലേ? ഈ എക്സ്പെൻസ് നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് കുറക്കാൻ പറ്റും. പക്ഷേ ഈ എക്സ്പെൻസ് നമ്മൾ ഒഴിവാക്കിയാൽ അവിടെ മിസ്സാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ കുറേ ക്ലാസ് കൊടുക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ക്ലാസ്സുകൾ ഒരുപാട് യൂട്യൂബിൽ അവൈലബിൾ അല്ലേ? ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് തരത്തിലുള്ള ക്ലാസ്സുകൾ ഒരു സ്ട്രക്ചേർഡായ ഓർഡറിൽ കിട്ടില്ല എന്നുണ്ടെങ്കിലും കുറേയൊക്കെ അവൈലബിൾ ആണ്. ക്ലാസ് കിട്ടാനല്ലല്ലോ നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, മറിച്ച് അത് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ എക്സാം വഴി അവിടെ സ്ട്രെസ്സ് കൊടുക്കുന്നത്, അതിന് ഫോക്കസ് കൊടുക്കുന്നത് ക്ലാസ് കൊടുക്കണം, അതിൻ്റെ കോണ്ടൻറ്റ്, അതിൻ്റെ പിന്നെ ഡെലിവറി, എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ കൺസിസ്റ്റൻ്റ് ആയത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു കാര്യം വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫാക്കൽറ്റീസിനെ സംബന്ധിച്ചിടത്തോളം NIT-കളിലും IIT-കളിലും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ കുട്ടികൾക്ക് സയൻസും മാത്സും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട. ആ ഒരു ഫാക്കൽറ്റീസിൻ്റെ ആ ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യുക എന്നുള്ളിടത്ത് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിലുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അവിടെ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് വേറെ ആയിരിക്കും, നമുക്കറിയാം, അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽസ്. ജസ്റ്റ് കുറേ ക്ലാസ്സുകൾ, ഇങ്ങനെ റാൻഡം ക്ലാസ്സുകൾ കൊടുക്കാൻ ആർക്കും പറ്റും, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഈവൻ ലൈവ് ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതേപോലെ തന്നെ അവരുടെ സ്കൂൾ സിലബസുമായി സിങ്ക് ചെയ്ത് എന്നാൽ അതേ സമയത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പല കുട്ടികൾക്കും പല ലെവലുകളിലായിരിക്കും, അല്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ ഏകദേശ ലെവലൊക്കെ മനസ്സിലാക്കി അവരുടെ സ്കൂൾ സിലബസുമായിട്ട് സിങ്ക് ചെയ്ത് എന്നാൽ അതേ സമയത്ത് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഓരോ കുട്ടികളുടെയും, അപ്പോൾ ചില കുട്ടികൾ നന്നായി പെർഫോം ചെയ്യും, അവർ ആ നിലക്ക് ട്രീറ്റ് ചെയ്യണം. ചില കുട്ടികൾ അണ്ടർ പെർഫോം ചെയ്യും, അവർ ആ നിലക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോളോ അപ്പ് സിസ്റ്റവും അതേപോലെ തന്നെ മെറ്റീരിയൽസും, അതിനൊക്കെ ആ ഒരു കാര്യം എക്സാം വൈയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ടുകൾ ഉള്ളത്, അല്ലേ? നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഏത് IOQM റിസൾട്ടുകൾ, അതേപോലെ തന്നെ JEE, ഇപ്പം നമ്മളുടെ കുട്ടികൾ തന്നെ പിന്നെ JEE
പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി എഴുതിയ ആളുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ പഠിച്ച് എഴുതിയ ആളുകളുണ്ട്. അവിടെയുള്ള റിസൾട്ടുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡിൽ, ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിൽ പോലും നമ്മുടെ കുട്ടികൾ എത്തുന്ന ഒരവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ്? യുവികയിൽ അല്ലേ, എല്ലാ വർഷവും നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഒളിമ്പ്യാഡുകളാകട്ടെ, സ്കോളർഷിപ്പ് എക്സാംസിലാകട്ടെ, ഏറ്റവും മികച്ച റിസൾട്ട് നമ്മുടെ കമ്പയർ ടു ആ ഒരു സ്റ്റുഡൻസിൻ്റെ ആ ഒരു കൗണ്ടിനോട് പ്രൊഫഷണലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് എക്സാം വൈക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് കേവലമായിട്ടുള്ള ഇവിടെയുള്ള ഫാക്കൽറ്റീസിൻ്റെ മികവ് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ മികവ് കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ മൊത്തം സിസ്റ്റം അതിനുവേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാം നമ്മൾ കൃത്യമായി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ആർ എക്സ്പെൻസസ്. ഇതൊന്നും വെറുതെ സംഭവിക്കില്ലല്ലോ അല്ലേ? ഈ ഒരു ഫോളോ അപ്പ്, മെൻറ്റർഷിപ്പ് വെറുതെ സംഭവിക്കൂലല്ലോ. ഈ ഒരു മെറ്റീരിയൽസ് അതിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുക, ഇത് വെറുതെ സംഭവിക്കൂലല്ലോ. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് കുട്ടികളുടെ കാറ്റഗറൈസേഷൻ ആകട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ, അതിൽ ഓരോ സ്ഥലത്തും വർക്ക് ചെയ്യാൻ ആളുകളില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുക, അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുമെന്ന് പറയാൻ വലിയ എക്സ്പെൻസ് ഇല്ല അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഫീസിന് നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകൾ കൊടുത്ത്, മെറ്റീരിയൽസ് കൊടുത്ത്, ലൈവ് കൊടുത്ത്, ഡൗട്ട് ക്ലിയർ ചെയ്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായ ഓരോ ഭാഗത്തും എക്സ്പെൻസുകളുണ്ട്. അത് മീറ്റ് ചെയ്ത് പോകുന്ന, എന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പൊതുവെയുള്ള ഫീസിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഫീസ് തന്നെയാണ് എക്സാം വൈയിലുള്ളത്. ഇതിനെ ചില ആളുകൾക്കൊക്കെ കുറച്ചൊരു ഡിസ്പ്രൊപ്പേഷനായിട്ട് തോന്നാൻ കാരണം ഒരു പക്ഷേ അവരെ കമ്പയർ ചെയ്യുന്നത് ട്യൂഷനായിട്ടായിരിക്കും അല്ലേ? ട്യൂഷൻ ക്ലാസ്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2000 രൂപയ്ക്ക് 3000 രൂപക്കൊക്കെ ട്യൂഷൻ അവൈലബിൾ ആണല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ ഈ ഒരു ഫീസ് കൊടുക്കുന്നത്? അങ്ങനെ കമ്പയർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഒരു പക്ഷേ ഒരു പ്രശ്നം തോന്നാൻ സാധ്യതയുള്ളത്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു ട്യൂഷൻ അല്ല. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ട്യൂഷൻ ക്ലാസ്സുകളിൽ സംഭവിക്കുന്നത്. പക്ഷേ എക്സാം വൈയിൽ ഒരിക്കലും അതല്ല സംഭവിക്കുന്നത്. മറിച്ച് ശരിയാണ്, എക്സാം വൈയുടെ ഫൗണ്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സയൻസിനോ മാത്സിനോ ഇപ്പോൾ സോഷ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിന് വേറെ ട്യൂഷൻ്റെ ആവശ്യമില്ല. ശരിയാണ്, ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ട്യൂഷൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇതൊരു വെറും ട്യൂഷൻ അല്ല, മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സയൻസ് മാത്സ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ കേവലം സ്കൂളിൽ ടോപ്പർ ആവുക അല്ലെങ്കിൽ ഫുൾ A+ നേടുക എന്നുള്ള സ്വപ്നത്തിൽ അവരെ ഒതുക്കാൻ പാടില്ല. മറിച്ച് അവരെ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കണം. ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 +2ൻ്റെ കൂടെ കുറച്ച് മല്ലികെട്ടിട്ടത് കൊണ്ട് ഒരിക്കലും എൻട്രൻസുകളിൽ നല്ല റാങ്ക് കിട്ടില്ല, നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കിട്ടില്ല. CUET ആകട്ടെ, JEE ആകട്ടെ, നീറ്റ് ആകട്ടെ, ഇങ്ങനെയുള്ള എക്സാംസ് ഒന്നും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മലയാളികൾ പിന്നോട്ട് പോകാൻ കാരണം അല്ലേ? മലയാളികളുടെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പിന്നിലാണ്. കാരണം എന്താ? നമ്മൾ പലപ്പോഴും ചിന്തിച്ച് തുടങ്ങുന്നത് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് അല്ലേ? അതുവരെയൊക്കെ ഒരു ട്യൂഷനൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. അവിടെയാണ് എക്സാം വൈ പറയുന്നത് അങ്ങനെയല്ല, മറിച്ച് പറ്റുന്ന സാധ്യമാകുന്ന കുട്ടികൾ, ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് ആയിട്ട് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരൊരു 6ാം ക്ലാസ് മുതൽ തന്നെ അവരെ അതിനനുസരിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് കുറച്ചുകൂടിയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, കൺസെപ്ച്വൽ നോളജ് അവർക്ക് കൃത്യമായി കൊടുക്കുന്ന രൂപത്തിൽ അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക. ഈ വലിയൊരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ എക്സാം വൈ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അതെന്താ? അത് കേവലം ഒരു നെയിം സേക്ക് ചെയ്താൽ പോരാ എന്നുള്ളതാണ് ആ നിർബന്ധ ബുദ്ധി. നെയിം സേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ്സുകൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതല്ല, മറിച്ച് കൃത്യമായി റിസൾട്ട് ഓറിയൻറ്റഡ് ആയി കൃത്യമായി കുട്ടികളുടെ ഓരോ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡീമോട്ടിവേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്, കൺസിസ്റ്റൻസി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് ഓരോ സ്ഥലത്തും എന്ത് ഇടപെടണം എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി നമ്മുടെ മക്കളിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരിക്കലും എക്സാം വൈയുടെ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ഓവർ പ്രൈസ്ഡ് അല്ല എന്ന് മാത്രമല്ല, ഒരു വേള വേണമെങ്കിൽ നമുക്ക് പറയാം അണ്ടർ പ്രൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പലപ്പോഴും ഇതേ ഫീസിനോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഫീസിനോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിമൽ മെൻറ്റർഷിപ്പിലോ അല്ലെങ്കിൽ മിനിമൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിലോ ഉള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അവിടെ ഒക്കെ അത് ഓരോ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. പക്ഷേ എന്നാലും നന്നായി കഴിവുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ വന്ന് പഠിച്ച് പോവുക, റിസൾട്ട് ഉണ്ടാക്കുക. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലുള്ളത്. പക്ഷേ നമ്മളങ്ങനെയല്ല.
മറിച്ച് നല്ല കഴിവുള്ള കുട്ടികളാണെങ്കിൽ അവരെ പ്രത്യേകം ഫോക്കസ് ചെയ്ത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ അതേ സമയത്ത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് വന്നാലും അവരെ അപ്ലിഫ്റ്റ് ചെയ്യാം അല്ലേ. നമ്മൾ ഓരോ വർഷവും ഫൗണ്ടേഷൻ കഴിയുമ്പോൾ കുട്ടികളുടെ ആ ഒരു ലെവൽ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ നിലക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചു പോവാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല, മറിച്ച് കുട്ടികളുടെ ആ ഒരു സമയത്തുള്ള ഒരു മാനസികാവസ്ഥ അടക്കം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എക്സാം വൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു എക്സ്പെൻസാണ് നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. നിങ്ങൾക്കിത് കമ്പയർ ചെയ്യാം, ഇത് ജസ്റ്റ് കേവലമായ അവകാശവാദങ്ങളല്ല. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും എക്സാം വൈയിൽ ഉണ്ടോ, ഇത് എഫക്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞങ്ങളുടെ കൂടെ പഠിച്ചു പോയ സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക്സ് കളക്ട് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഇതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ എനിവേ ഈ ഒരു അടുത്ത വർഷത്തേക്കുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. നിങ്ങളുടെ മക്കൾ 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഈ അക്കാദമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിവേ എല്ലാവരെയും ഈ ഒരു രൂപത്തിൽ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയ എല്ലാ പാരൻസിനെയും സ്റ്റുഡൻസിനെയും നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.